ഹലോ എവരി വൺ, വെൽക്കം ടു ജസ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് കേട്ടറ്റ് 4 ആയാലും കേട്ടറ്റ് 3 ആയാലും ഇനി ഏത് PSC പരീക്ഷ ആയാലും ഇതിന്റെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം, ഒരു ടോപ്പിക് നമുക്കിവിടെ പറയാൻ പോവാണ്. ഹിന്ദി ഭാഷ ഔർ ബോലി ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടുള്ള നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അപ്പം തുടർച്ചയായിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഹിന്ദി ഭാഷ ഔർ ബോലി. അതിന് നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോവേണ്ടി വരും. അതിലൊന്നാണ് ഹിന്ദി ഭാഷയ്ക്ക് ഐതിഹാസിക പൃഷ്ഠഭൂമി, രണ്ടാമത്തേത് ഹിന്ദി ഭാഷ ഔർ വികാസ്, മൂന്നാമത്തെ ഭാരതീയ ആര്യ ഭാഷാവും കാ വിഭാജൻ. അപ്പൊ നമുക്ക് ഇതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഭാഷ എന്താണ്, ഭാഷ ലാംഗ്വേജ് എന്താണ്, അപ്പൊ നമുക്ക് നോക്കാം. ഭാഷ വ സാധൻ ഹെ ജിസ്കെ മാധ്യം സെ हम बोलते हैं तथा अपना विचारों को व्यक्त करते हैं. भाषा शब्द संस्कृत शब्द भाष धातु से बना है जिसका अर्थ है बोलना या कहना. ഇവിടെ ഭാഷ വ സാധൻ ഹെ जिसके माध्यम से हम बोलते हैं तथा अपने विचारों को व्यक्त करते हैं. എന്താണ് ഇവിടെ പറയുന്നത്? ഭാഷ എന്നത് നാം സംസാരിക്കാനും നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ഒരു മാധ്യമമാണ്. നെക്സ്റ്റ് നോക്കാം. ഭാഷ ശബ്ദ് സംസ്കൃത ശബ്ദ് ഭാഷ് ധാതു സെ ബനാ ഹെ ജിസ്കാ അർത്ഥ ഹെ ബോൽന യാ കഹ്ന. ഭാഷ എന്ന വാക്ക് ഭാഷ്, അതായത് സംസ്കൃത പദത്തിലുള്ള ഭാഷ് എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം സംസാരിക്കുക അല്ലെങ്കിൽ പറയുക എന്നാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിലേക്ക് പോവാം നമുക്ക്. ജബ് കോയി ബോലി एक विस्तृत भूभाग में बोली जाती है जिसमें साहित्य रचा जाए और प्रशासनिक कार्य के लिए भी प्रयुक्त हो तब वह बोली भाषा बन जाती है. എന്താണ് ഇവിടെ പറയുന്നത്? ഞാൻ ഇവിടെ ഒരു വാക്കിന്റെ മീനിങ് അല്ല പറയാൻ പോകുന്നത്, ഒന്നായിട്ടൊന്ന് പറയാം. ഒരു വിശാലമായ ഭൂപ്രദേശത്ത് ഒരു ഭാഷ സംസാരിക്കപ്പെടുകയും അതിന് സാഹിത്യപരമായിട്ടുള്ള രചനകൾ ഉണ്ടാവുകയും ഭരണപരമായ ആവശ്യങ്ങൾക്കായി എഴുതപ്പെടുകയും വികാരങ്ങൾ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് ഒരു ഭാഷയായി മാറുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹിന്ദി ഭാഷ की ऐतिहासिक पृष्ठभूमि. संसार की प्रत्येक भाषा की एक സൈദ്ധാന്തിക വ്യവസ്ഥ ഹോത്തി ഹെ. എന്താണ് ഇവിടെ പറയുന്നത്? ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും ഒരു സൈദ്ധാന്തിക വ്യവസ്ഥയുണ്ട്. അതിൽ നോക്കാം. ഹിന്ദി ഏക്ക് ഭാരതീയ ആര്യ ഭാഷ ഹെ. ഹിന്ദി ഒരു ഭാരതീയ ആര്യ ഭാഷയാകുന്നു. ഹിന്ദി ശബ്ദ കോ മൗലിക അർത്ഥ ഹെ ഹിന്ദ് കാ അർത്ഥാത് ഭാരതി. ഹിന്ദി ശബ്ദത്തിന്റെ അടിസ്ഥാന അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഹിന്ദു അല്ലെങ്കിൽ ഭാരതി എന്നാണ്. നെക്സ്റ്റ് നോക്കാം. ഭാഷാ കെ അർത്ഥ മേ ഹിന്ദി കാ സർവപ്രഥം പ്രയോഗ പാർസിയോ ഓർ അറബോം നെ കിയ. എന്താണ്? ഭാഷ എന്ന അർത്ഥത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് പേർഷ്യക്കാരും അറബികളുമാണ്. എന്താ പറയാം. നെക്സ്റ്റ് നോക്കാം. വിശ്വമേ ലഗ്ഭഗ് 3000 भाषाओं को मुख्यतः 12 ഭാഷാ പരിവാരോं में വിഭാജിത് കിയാ ഗയാ ഹെ. എന്താണ് ഇവിടെ പറയുന്നത്? ലോകത്തിലെ ഏകദേശം 3000 ഭാഷകളെ പ്രധാനമായി 12 ഭാഷാ കുടുംബങ്ങളായി തിരിച്ചിരിക്കുന്നു. ഹിന്ദി ഭാഷ. हिंदी इसी भाषा परिवार के भाषा है. इस भाषा परिवार की भारतीय शाखा को ही ഭാരതീയ ആര്യ ഭാഷ കഹാ ജാതാ ഹെ. അപ്പോ ഹിന്ദി ഈ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷയാണ്. അപ്പൊ നമ്മളിപ്പോ മേൽ പറഞ്ഞ തിരിച്ചിരിക്കുന്നു പറഞ്ഞല്ലോ, വിഭാജനം ചെയ്തിരുന്നു പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ഒരു ഭാഷയാണ്. ഈ ഭാഷാ കുടുംബത്തിന്റെ ഇന്ത്യൻ ശാഖയാണ് ഇന്ത്യൻ ആര്യ ഭാഷ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.